നമ്മളിപ്പോൾ എടക്കൽ കേവിൻ്റെ പോകുന്ന വഴിയിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് താഴെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞത്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു കുപ്പി വെള്ളം കൈ കരുതുക. അതുപോലെ ഇടയ്ക്ക് കഴിക്കാനുള്ള ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അതൊന്നും കൈ കരുതേണ്ട ആവശ്യമില്ല. മാക്സിമം വെയിറ്റ് കയ്യിൽ കരുതാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും വെയിറ്റോ കാര്യങ്ങളോ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ കാറിലൊക്കെ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന്മാർ മെയിൻ നമ്മുടെ അടുത്തോട്ട് ഓടി വരും. കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പിടിച്ചു വാങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള വഴക്കിനൊന്നും നിൽക്കാതെ കയ്യിലുള്ളതൊക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നോർമലി വലിയ മൈൻഡ് ഇതിൻ്റെ നടന്നോ വരിക. ഇവിടെ എല്ലാം വരുന്ന വഴിക്ക് കാണാം. ഇപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് എൻ്റർടൈനിങ് പരിപാടികളൊക്കെ ഉണ്ട്. എന്തോ വെർച്വൽ റിയാലിറ്റി റൈഡും വീഡിയോസ് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെന്താ, മെയിനായിട്ട് കുരങ്ങന്മാരുണ്ട്. അപ്പം ഫോണ് അതുപോലെ നിങ്ങളുടെ ബിലോങ്സൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ അത്യാവശ്യം നല്ല സ്റ്റീപ്പ് കയറ്റമാണ്. അപ്പോൾ മഴയുള്ള സമയത്ത് വരുമ്പോൾ സ്ലിപ്പാകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, വെള്ളത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. പോകുന്ന വഴിയെല്ലാം നമുക്ക് കിട്ടും. വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ്റെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലോട്ട് വരുമ്പം കുറച്ചൊരു നിരപ്പായ പ്രതലമൊക്കെ കിട്ടും. അപ്പോൾ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്യുക. വീണ്ടും കയറ്റോറക്കമൊക്കെ തന്നെയാണ്. വലിയൊരു പ്രശ്നമുള്ള വഴിയൊന്നുമല്ല. കാടിൻ്റെ നടുക്കൂടൊക്കെ നല്ല സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്നൊരു വഴിയാണ്. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഇതിൻ്റെ വിസിറ്റിനായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരല്ല. സോ ഇവിടെ വന്നിട്ട് ഒരു ടിക്കറ്റ് എടുക്കണം. 2 പേർക്ക് 100 രൂപയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അവരൊരു സ്റ്റിക്കറൊക്കെ പതിപ്പിച്ച് ഒരു 20 രൂപ ഡെപ്പോസിറ്റായിട്ട് വാങ്ങിച്ച് ഒക്കെ തിരിച്ച് വരുമ്പോൾ അത് തിരിച്ച് കിട്ടും, കുപ്പി കാണിച്ച്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഇത്രയും പൊക്കത്തിലോട്ട് നടന്ന് കയറി ഇവിടെ നിൽക്കുകയാണ്. ഇടയ്ക്ക് ഫോറസ്റ്റിൻ്റെ പോലെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കാണാം.
ഇതിവിടെ ഒരു ഏകദേശം ഒരു ബോട്ടിലിനൊക്കെ കൂടുതൽ അതിലും ചെറുതായിട്ട് ഈ ഒരു ഗുഹയുടെ പോർഷൻ എത്തുകയാണ്. നമ്മളിതാ താഴെ നിന്ന് നടന്ന് വന്ന് ഇതുവഴി കയറുകയാണ്. കുറേ ആളുകൾ കയറി പോകാൻ കഷ്ടപ്പെടുന്നുണ്ട്. എന്താണെന്ന് കയറി നോക്കിയിട്ട് പറയും. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് എത്തിയാനുള്ള കാഴ്ച. സ്റ്റെപ്പല്ല, പാറക്കൂട്ടം കയറിയിട്ട് എത്തണം. ഇതാണ് കയറി വരുന്ന വഴി. ഇവിടെ ഒരു വാതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പാറകളിൽ വരയ്ക്കുന്നതും ഗുഹാചിത്രങ്ങളിൽ സ്പർശിക്കുന്നതും ശിക്ഷാർഹമാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ പഴയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വഴി തീർന്നില്ല, വീണ്ടും മുമ്പോട്ട് കിടക്കുകയാണ്. മേളോട്ട് കയറി നോക്കാം. അപ്പോൾ നമ്മൾ കയറി സ്റ്റെപ്പൊക്കെ കയറി മലയുടെ വേറൊരു ഫേസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും മുകളിലോട്ട് കയറി പോകാനുണ്ട്. ഇതാ ഒരു പാറയുടെ ഒരു ചരിവാണ്. അവിടെ ഒരു എഴുത്ത് കാണിച്ചു തരാം. ആരുടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ച്. അത് 1984 എഴുതി വെച്ചിരിക്കുന്നതാണ്. കുറേ വർഷം മുമ്പ് എഴുതി വെച്ചത് ഇതാണ്. ഇതാണ് മേളോട്ട് കയറാനുള്ള വഴി. മുകളിലോട്ടുള്ള ആ ഒരു വഴിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നില്ല. കാര്യം അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. താഴോട്ട് പോയതുകൊണ്ട് അവിടെ പോയി കിടക്കും. Oh, iya, Cak. That's very good. Pasti kasih like di channel. Kok bisa di-post nih? എവിടേക്കാണ് ഇവിടെ? ഇപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിൽ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കുറച്ച് ഗുഹയിൽ എന്തോ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പഴയ സമയത്തുള്ള. ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ എന്തോ ചുവർ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടം വരെയുള്ളൂ ഗുഹയുടെ ഒരു വശം. ഇവിടെ കൊണ്ട് ഒരു ഗേറ്റൊക്കെ കൊടുത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാര്യം താഴോട്ട് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ചെറിയൊരു
പാറയിടുക്കാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് വീണു പോയാൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനേക്കാളും കഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ ഒരു ഗേറ്റൊക്കെ ബോൾട്ട് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇറങ്ങി നിന്നിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വഴിയുണ്ട്. ഇതുവഴിയാണ് തിരിച്ചിറങ്ങി പോകേണ്ടത്. എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുവഴി താഴോട്ട് തിരിച്ചിറങ്ങുകയാണ്. ഏകദേശം ഇത്രയും പൊക്കമുണ്ട്. ഈ ഒരു മലയിലോട്ട് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഇറങ്ങി താഴോട്ട് നടന്നുകൊണ്ട് വീഡിയോസെല്ലാം എടുത്ത് തിരിച്ച് താഴെ വന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുപ്പി തിരിച്ചു കൊടുത്ത് 20 രൂപ റിട്ടേൺ വാങ്ങണം. ഇനി ഒരു 5-10 മിനിറ്റോടെ നടക്കാനുള്ളൂ. അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ഉള്ളൊരു വോക്കാണ്. അത്യാവശ്യം ഫുഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഒരു റിലാക്സ് വോക്കായിരിക്കും.